ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് 18/6/2025 പ്രസിദ്ധീകരിക്കും. വൈകുന്നേരത്തോടു കൂടിയായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ അഡ്മിഷൻ സംബന്ധമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ദയവായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ കമൻസിൽ ചോദിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. അത് SC/ST വിഭാഗത്തിന് 1390 രൂപയും ജനറൽ വിഭാഗത്തിന് 2800 രൂപയുമാണ് അടയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീ ഓൺലൈനായിട്ട് മാത്രമേ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന എല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾ നിങ്ങളെ കൺസിഡർ ചെയ്യുകയുമില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർക്ക് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാം. ആദ്യം തന്നെ ആരൊക്കെയാണ് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അവരുടെ രണ്ടാമത്തെ ഓപ്ഷൻ മുതലുള്ള എല്ലാ ഓപ്ഷൻസും ക്യാൻസലായി പോകും. അവർക്ക് ആ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന കുട്ടികൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ആ ഒരു അലോട്ട്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ, ഇപ്പം അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയ ഒരു കുട്ടിയാണ്, ആ കുട്ടിക്ക് ആ ഒരു കോളേജ് ഓക്കെയാണ്, അവിടെ തന്നെ പോകാൻ താല്പര്യമുണ്ട്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും എന്തെടുക്കാം? പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയത്, ആ ഒരു കോളേജ് നിങ്ങൾക്ക് ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് 1 മുതൽ 4 വരെയുള്ള കോളേജ് പരിഗണിക്കുകയും അതിലേതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ക്യാൻസലായി പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഹയർ ഓപ്ഷൻസ് ഉള്ളവരത് ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലും അതുപോലെ അവിടെ അടയ്ക്കേണ്ട ഫീസ് എല്ലാം കരുതി നിങ്ങൾ അവിടെ പോയിട്ട് ആ ഒരു കോളേജിൽ പോയി പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇനി ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. ശേഷം നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ പോയി നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. ടെമ്പററി ആയിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പം ഇഷ്ടമില്ലാത്തൊരു കോളേജ് അല്ലെങ്കിൽ പോകാൻ താല്പര്യമില്ലാത്തൊരു കോളേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. എങ്കിൽ പോലും നിങ്ങൾ ആ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് കൺസിഡർ ചെയ്യില്ല. അപ്പം താല്പര്യമില്ലാത്ത കോളേജ് ആണെങ്കിൽ പോലും നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അതുപോലെ നിലനിർത്താം. ഓക്കെ, അപ്പം ഈ ഒരു ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാം. അതല്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറെ കോളേജൊന്നും കിട്ടിയില്ലെങ്കിലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ തന്നെ നിങ്ങൾക്ക് തുടരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. മുൻവർഷങ്ങളിലൊക്കെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരുന്നു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടിയിരുന്നത്. ഈ വർഷം പക്ഷേ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കോളേജിൽ പോവേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ മാത്രം അടയ്ക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ ഈ വർഷം കുറച്ച് വ്യത്യാസം ഉണ്ട്. അപ്പോൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോയിട്ട് വേണം അഡ്മിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവും. അത് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു മെമ്മോയാണ്. അതായത് നിങ്ങൾക്ക് ഏത് കോളേജാണ് കിട്ടിയത്, എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, നിങ്ങൾ എന്നാണ് കോളേജിൽ പോയി, ഏത് ഡേറ്റിലാണ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്നതാണ് അലോട്ട്മെൻറ്റ് മെമ്മോ. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അതും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ പോയി നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യുകയും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് പറയുന്നത് 19, 20, 21, 23 തീയതികളിലാണ്. നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 25/6/2025 അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ തരാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്